എല്ലാ സുഹൃത്തുക്കൾക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇമെയിൽ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. ഇമെയിൽ മാർക്കറ്റിംഗ് ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ്. നമ്മൾ ആളുകൾക്ക് ഇമെയിൽ അയച്ച്, പക്ഷേ ഇതിന് മാർക്കറ്റിൽ ഒരുപാട് ടൂൾസും ഉണ്ട്, കുറേ മെത്തേഡ്സും ഉണ്ട്. നമ്മൾ ആർക്കൊക്കെ എങ്ങനെ ഇമെയിൽ അയക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് ക്ലാസ്സാണ് ഇന്നത്തത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യാം. അഡ്വാൻസ്ഡ് ആയിട്ടൊരു കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിജിമാർക്കിൻ്റെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബ്ലൂഹോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബ്ലൂഹോസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കൂ. അതിനുശേഷം നമുക്ക് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം. ഉപയോഗിച്ച് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ learnwithsubin.com/bluehost ഞാനിവിടെ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. learnwithsubin.com/bluehost എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എത്തിച്ചെല്ലുന്നതായിരിക്കും. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ SSL അതുപോലെ തന്നെ ഫ്രീ CDN ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളൊരു ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു വർഷത്തേക്ക് നമ്മളുടെ ഡൊമൈൻ ഫ്രീ ആയിരിക്കും നമുക്ക്. അതുകൂടാതെ 24/7 സപ്പോർട്ട് ഇവരെ രണ്ട് രീതിയിലും ഫോണായിട്ടും ചാറ്റ് സപ്പോർട്ടായിട്ടും നമുക്ക് ലഭിക്കുന്നതുമാണ്. നമുക്ക് 169 രൂപയ്ക്ക് വരെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂഹോസ്റ്റിൻ്റെ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാൻ എടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ബ്ലൂഹോസ്റ്റ് എന്ന് പറയുന്നത് വേർഡ്പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യുന്ന വേൾഡിലെ നമ്പർ 1 ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല റെക്കമെൻഡേഷൻസ് ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം നമുക്കൊരു എന്താ പറയുക, ഹോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം വേർഡ്പ്രസിൻ്റെ സൈറ്റിൽ തന്നെ ഞാൻ എത്തുകയാണ്. ഈ വേർഡ്പ്രസിൻ്റെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലൂഹോസ്റ്റിനെയാണ് അവിടെ അവർ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് മറ്റുള്ള സൈറ്റുകളുണ്ടെങ്കിലും ബ്ലൂഹോസ്റ്റാണ് നമ്പർ 1 ആയിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ബ്ലൂഹോസ്റ്റ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ അതിനെ പറ്റുന്ന ഒരുപാട് വീഡിയോസ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയി ഡയറക്റ്റ് സെർച്ച് ചെയ്യാം. ബ്ലൂഹോസ്റ്റ് മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ പോലും നമ്മളുടെ വീഡിയോസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. നമ്മൾ ബ്ലൂഹോസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാൻ ഉണ്ട്, വേർഡ്പ്രസ് ഹോസ്റ്റിംഗ് ഉണ്ട്, അതിൻ്റെ പ്ലാൻസ് ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ ലേൺ മോറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇമെയിൽ മാർക്കറ്റിങ്ങിനെ പറ്റിയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇമെയിൽ മാർക്കറ്റിംഗ് ഡെഡായി, ആരും ഇമെയിലുകൾ ഓപ്പൺ ചെയ്യുന്നില്ല എന്ന്. അങ്ങനെയല്ല. ഇമെയിലുകൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ വെറുതെ എല്ലാവർക്കും കുറേ ഇമെയിലുകൾ അയച്ചു കഴിഞ്ഞാൽ ആരും ഓപ്പൺ ചെയ്യത്തൊന്നുമില്ല. ഇമെയിലുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു റീസണൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പല വെബ്സൈറ്റുകളും വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇമെയിൽ മാർക്കറ്റിങ്ങിലേക്ക് അവർ വരാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി വെക്കുക. അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഓരോരോ ലാൻഡിംഗ് പേജുകളിലും ഡിസൈനുകളും അതിൽ ഇമെയിൽ ടൈപ്പ് ചെയ്യൂ, നിങ്ങൾക്ക് ഇന്ന കാര്യം ഫ്രീ കിട്ടുമെന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ ഇമെയിൽ ലാൻഡിംഗ് പേജുകൾ അല്ലെങ്കിൽ പോപ്പപ്പുകൾ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഏറ്റവും കൂടുതലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ മെയിൽ ചിമ്പിനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. മെയിൽ ചിമ്പ് എന്ന് പറയുന്നത് ഇമെയിൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വളരെ എളുപ്പമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ഈ കൺവേർട്ട്കിറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഒരു പ്രൊഫഷണൽ കമ്പനി ഉപയോഗിക്കുന്നത് കൺവേർട്ട്കിറ്റ് ആയിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ക്യാമ്പയിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആയിരിക്കാം. ഇപ്പോൾ ആക്റ്റീവ് ക്യാമ്പയിനോ കൺവേർട്ട്കിറ്റോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പഠിക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചിമ്പ് ഉപയോഗിക്കാം. കൺവേർട്ട്കിറ്റ് നിങ്ങൾക്ക് 14 ഡേ ഫ്രീ ട്രയൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊന്ന് സൈനപ്പ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺവേർട്ട്കിറ്റ് ആണ്. അപ്പോൾ ഈ കൺവേർട്ട്കിറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഇൻ്റർഫേസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇവിടുത്തെ മാർക്കറ്റിംഗ് മെത്തേഡുകളെല്ലാം ഉള്ളത്. ഇതിനകത്ത് ഗ്രോ എന്ന് പറയുന്ന ഏരിയയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കാണാനും അതുപോലെ തന്നെ പുതിയ ഒരാളെ ആഡ് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ ഈസിയാണ് ഇതിൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു യൂസറിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് സബ്സ്ക്രൈബർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ സബ്സ്ക്രൈബർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് CSV ഫോർമാറ്റിലോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ആഡ് സിംഗിൾ സബ്സ്ക്രൈബർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേര് ഫോർ എക്സാമ്പിൾ സുബിൻ ടെസ്റ്റ്, ഞാനിപ്പോൾ എൻ്റെ മറ്റൊരു ഇമെയിൽ ID കൊടുക്കുകയാണ്, സുബിൻ യൂസഫ് official@gmail.com. അതിനുശേഷം
ടാഗ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഈ ആഡ് ചെയ്യുന്ന ആൾ ഏത് കാറ്റഗറിയിലാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അവർക്കൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു യൂസർ അവിടെ ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. ഈ യൂസർ ആഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കേണ്ടതെന്നുള്ളത് ആണ് ഓട്ടോമേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഏരിയയിലുള്ളത്. ഓട്ടോമേഷനകത്ത് നമുക്ക് ചില റൂൾസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. റൂൾസ് ഒക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ റൂൾ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ഇപ്പം നമ്മളൊരു യൂസർക്ക്, ഇപ്പം ഞാൻ എൻ്റെ യൂസറിനെ ആഡ് ചെയ്തപ്പോൾ നമ്മളൊരു ടാഗ് കൊടുത്തു അല്ലേ. അപ്പോൾ ഒരു ടാഗ് കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ എന്താണ് ആ ഒരു ടാഗ് കൊടുത്തത്? സ്റ്റുഡൻസ് എൻക്വയറി അല്ലെങ്കിൽ ടീം ഡിജിമാർക്ക് എന്ന് പറയുന്ന ഒരു ടാഗാണ് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ടു എ സീക്വൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരു ടാഗ് ഏതെങ്കിലും യൂസർക്ക് ആഡ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരൊരു സീക്വൻസിലേക്ക് സബ്സ്ക്രൈബ്ഡ് ആവണം എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സംശയം വരും, എന്താണ് സീക്വൻസ് എന്നുള്ളത്? സീക്വൻസ് എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട് ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഇമെയിൽസ് ദാറ്റ് ആർ സെൻഡ് ഇൻ ഓർഡർ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇമെയിലുകൾ ഒന്നിനു പുറകെ ഒന്നായി അയക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സീക്വൻസ് ഇമെയിലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഇമെയിലുകളിലേക്ക് ഈ യൂസറിനെ ആഡ് ചെയ്യൂ എന്നാണ് ഇവിടുത്തെ റൂളിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു യൂസറിനെ ആഡ് ചെയ്യുമ്പോൾ അടുത്ത 30 ദിവസത്തേക്ക് ഒരു ഇമെയിൽ സീക്വൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പുഷ് ആവുകയും ഓട്ടോമാറ്റിക്കലി ഇമെയിലുകൾ പോവുകയും ചെയ്യും. ഇതാണ് ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു മെത്തേഡ്. പെട്ടെന്ന് എല്ലാവർക്കും ഒരേപോലെ ഇമെയിലുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഇമെയിൽസ് എപ്പോഴും സെറ്റപ്പ് ചെയ്ത് വെക്കാൻ, ഫോർ എക്സാമ്പിൾ വെൽക്കം ഇമെയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വെബിനാർ ഇൻവിറ്റേഷൻ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റുകളായിട്ട് സേവ് ചെയ്താൻ വെക്കാനായിട്ട് സാധിക്കും. വിഷ്വൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ഓട്ടോമേഷൻസ് എങ്ങനെ എന്ന് പ്ലാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇതൊക്കെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നുന്നതും കണ്ടാൽ നമുക്ക് എളുപ്പം മനസ്സിലാവുന്നതുമായ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ കൺവേർട്ട് കിറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ കൺവേർട്ട് കിറ്റ്, നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് കൺവേർട്ട് കിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന്, ഇപ്പം നമ്മളുടെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കാണാം. ഇപ്പം നമുക്ക് നമ്മുടെ വേഡ്പ്രസ് സൈറ്റിൽ നിന്നോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പിഫൈ സൈറ്റിൽ നിന്നോ ഒക്കെ യൂസേഴ്സ് വരുന്നവരെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇമെയിൽ മാർക്കറ്റിംഗ് ടൂളിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇവിടെ പറയുന്ന റൂൾസ് പ്രകാരമുള്ള ഇമെയിലുകളൊക്കെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പഠിക്കേണ്ട ഒരാളാണ്. ഇത് ഓരോന്നും ഓരോ സെഗ്മെൻ്റ് ആയിട്ടും സെറ്റപ്പ് ചെയ്യുന്നതുമൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ച് അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എനിവേ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിനെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിജിമാർക്കിൽ വരിക. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് ചെയ്ത് പഠിക്കാവുന്ന ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം ഡിജിമാർക്കിലുണ്ട്. സോ നിങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 14 days ഫ്രീ ട്രയൽ വിത്ത് നോ ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഒന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഒരു പ്രൈസിങ് വരുന്നത്, അഥവാ നിങ്ങൾ പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫ്രീ പ്ലാൻ നിങ്ങൾക്ക് 300 സബ്സ്ക്രൈബർ വരെ ഇവിടെ ഫ്രീ പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. 300-ൽ കൂടുതലാണെങ്കിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതുള്ളൂ. എനിവേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് എന്താണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്നും ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഒരുപാട് ഇമെയിൽ മാർക്കറ്റിംഗ് ടൂൾസ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഇമെയിൽ മാർക്കറ്റിംഗ് ടൂളുകൾ വേണമെങ്കിലും നിങ്ങളുടെ ഇമെയിൽ മാർക്കറ്റിംഗ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. ആയതിനാൽ നിങ്ങൾക്ക് ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്ത് നല്ലൊരു കോച്ചിങ് സ്വന്തമാക്കാനായിട്ട് എത്രയും വേഗം ശ്രമിക്കൂ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഈ വീഡിയോയെ പറ്റുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഇവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.